ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ മഹിമ എല്ലാ സത്യവും കൂടെ അറിയാൻ കേട്ടോ. എന്നിട്ട് അഭിനെ പിടിച്ച് തല്ലുകയാണ്. അഭി ചെയ്തത് അത്ര നല്ല കാര്യമൊന്നുമല്ല. എന്താ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ വക്കീലിനെ എത്ര ഇഷ്ടമാണെന്ന് നമ്മുടെ മഹിമയോട് ചോദിച്ചു പറഞ്ഞു. മഹിമയ്ക്ക് അത് പറയാൻ അറിയില്ല. അത് എത്രയാണെന്ന് നമ്മുടെ മഹിമയ്ക്ക് പറയാൻ പറ്റില്ല. അത്രയും ഇഷ്ടമാണ് വക്കീലിനെ. പിന്നെ വക്കീലിനോട് പോയിട്ട് അഭി വക്കീൽ ഒരിക്കലും മഹിമ ഇഷ്ടം പറഞ്ഞു പറഞ്ഞാൽ അതിന് വക്കീൽ ഇഷ്ടം തിരിച്ചും പറയാൻ നിൽക്കണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ നിൽക്കണ്ട. കാരണം എന്താണെന്നറിയോ? വക്കീൽ ഇപ്പോൾ ഇഷ്ടം പറഞ്ഞു പറഞ്ഞാൽ മഹിമ വിചാരിക്കും വക്കീലിനൊരു ഇപ്പോൾ ഇന്നൊന്ന് പറഞ്ഞു പറഞ്ഞാൽ നാളെ വേറൊന്ന് പറയും. അങ്ങനെയാണ് വക്കീലിനൊരു സ്റ്റാൻഡില്ല. അവൾക്ക് ഇപ്പോൾ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളിനെയാണ് ഇഷ്ടം. വക്കീൽ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഒരു ജോലിയായിട്ടേ കല്യാണമൊക്കെ നോക്കുള്ളൂ, ഇനി ഇപ്പോഴൊന്നും നോക്കണില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. അത് തന്നെ നമ്മുടെ മഹിമ ഇഷ്ടം വന്ന് പറഞ്ഞു പറഞ്ഞാൽ പറയണം. അതിന് മാറ്റി പറഞ്ഞു പറഞ്ഞാൽ മഹിമയ്ക്ക് അത് ഇഷ്ടമാവില്ല. അങ്ങനെയൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ വക്കീലിനോട് അഭി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മഹിമ അങ്ങനെ ഇഷ്ടം പറഞ്ഞാൽ വന്നു പറഞ്ഞാൽ അങ്ങനെ പറയരുത്, ജോലിയായിട്ടേ കല്യാണം ഉള്ളൂ എന്നൊക്കെ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മുകുന്ദനാണെങ്കിൽ അത് ഫുൾ അങ്ങോട്ട് വിശ്വസിച്ചു. ചിലപ്പോൾ അവൾക്ക് അങ്ങനെയായിരിക്കും ഇഷ്ടം. ഞാനിപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ അവൾക്ക് എന്നോട് നിങ്ങൾ വിചാരിക്കില്ലേ വക്കീൽ ഇങ്ങനെയുള്ള ആളായിരുന്നു, ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ആളല്ല എന്നൊക്കെ നമ്മുടെ മഹിമയ്ക്ക് തോന്നി പറഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ പറയില്ലേ പറഞ്ഞിട്ട് നമ്മുടെ മുകുന്ദന് അഭി പറഞ്ഞൊക്കെ വിശ്വസിക്കാൻ കേട്ടോ. ഈ നുണകളെല്ലാം പറഞ്ഞെന്ന് നമ്മുടെ അഭി ഫ്രണ്ടിനോട് പറയണം. ഇതൊക്കെ നമ്മുടെ മഹിമ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ അഭിയെ കരണത്തടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നീ എന്തിനാണ് തല്ലിയത്, നീ എന്തൊക്കെയാണ് വക്കീലിനോട് പറഞ്ഞിരിക്കണത് എന്നൊക്കെ ചോദിക്കണം. അത് പിന്നെയും വേണ്ടി നിൽക്കുകയാണ്. എന്ത് പിന്നെ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല, നിനക്ക് ഞാൻ ആരാണെന്ന് നേരെ കാണിച്ചു തരാം. ഞാൻ ഇതൊക്കെ ഗിരിയേട്ടൻ്റെ അടുത്ത് പറയാൻ പോകണം. ഞാൻ നിന്നെ വേണ്ട വെക്കുമ്പോൾ നീ ഒരുപാട് ആവുകയാണെന്നൊക്കെ പറയണം. 2-3 അടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ചമ്മിയ പോലെയാണ്. എൻ്റെ ഫ്രണ്ട്സ് പറയുകയും ചെയ്യുന്നുണ്ട്, നിനക്ക് നാണവും മാനവും ഇല്ലടാ, കണ്ടവളുടെ അടിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക. ഞാനൊക്കെയാണ് പറഞ്ഞാൽ അവൾക്ക് വേണ്ടത് കൊടുത്തോളും, നിങ്ങളൊന്നും ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ അവൾക്ക് വേണ്ടത് കൊടുത്തോളാം, എന്നെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി എന്നൊക്കെ പറയണം കേട്ടോ. എന്താ നീ ചെയ്യാൻ പോണത്, അതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അവൻ പിറ്റേ ദിവസം ഒരു ക്യാമറയും കൊണ്ട് വരികയാണ് കേട്ടോ. അവൻ്റെ ഫ്രണ്ടിന് പറയും, നീ എങ്ങനെയെങ്കിലും മഹിമേനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പിടിച്ചു നിർത്തിയാൽ മതി. ആ സമയത്ത് ഞാൻ പോയിട്ട് ടോയ്ലറ്റിൽ ക്യാമറ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി അതൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹിമ ആ ഫ്രണ്ട് സംസാരിക്കാൻ വന്ന ഫ്രണ്ടിനെയൊക്കെ ആട്ടി ഓട്ടിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് നാണമില്ലാത്തവനാണ് എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ ബാത്റൂമിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹിമയുടെ വേണ്ടത്തെ വീഡിയോസൊക്കെ നമ്മുടെ അഭിക്കൊക്കെ എല്ലാവർക്കും കിട്ടുകയാണ്. എന്നിട്ട് അഭി പറയുകയും ചെയ്യുന്നുണ്ട്, നമുക്ക് ഇനി അവളിനെ എൻ്റെ പ്രതികാരം അവളെ വെച്ച് ഭീഷണിപ്പെടുത്താന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ആ ഫോട്ടോസ് ആ ഒരു വീഡിയോസൊക്കെ അവൾ കാണുകയാണ്. എങ്ങനെ കാണുന്നൊന്നും അറിയില്ല, അവളുടെ ഫോണിൽ തന്നെയാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. മഹിമ ആകെ അങ്ങോട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പഠിക്കാനും പറ്റണില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരുമാതിരി അവസ്ഥയിൽ നമ്മുടെ മഹിമ ആവണം കേട്ടോ. എന്നിട്ട് അഭി പറയുന്നുണ്ട്, അവൾക്ക് ഇതിനേക്കാളും വലിയൊരു പണി എനിക്കിനി കൊടുക്കാനില്ല. ഇതിൽ കൂടെ തന്നെ ഞാൻ അവളോട് പ്രതികാരം വീട്ടും. അവൾ എന്നോട് വന്ന് മാപ്പ് പറയും. എന്നെ തല്ലിയതിനുള്ള തിരിച്ചടി അവൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ. മഹിമയാണെങ്കിൽ ഒരുമാതിരി അവസ്ഥയിലായിരിക്കുകയാണ് കേട്ടോ. ഒരാൾക്ക് പോലും സഹിക്കാൻ ഒരാളോട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീന് വന്നിട്ട് നമ്മുടെ മഞ്ജുവിന് നമ്മുടെ ഗിരി നേരത്തെ ഒരു മിഞ്ചൊക്കെ വാങ്ങിക്കൊടുത്തു അല്ലേ. ആ മിഞ്ചി നമ്മുടെ മഞ്ജുവിനോട് പറയണം, നീ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ് മിഞ്ചി, അത് ഞാൻ ഒന്നുകൂടി വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് വാങ്ങിയിട്ട് അവളുടെ കാലിൽ അണിയിക്കാനായിട്ട് അവൾ പറയാത്തതിന് മുമ്പ് തന്നെ നമ്മുടെ ഗിരി വാങ്ങി അണിയിക്കുകയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മഞ്ജുവിന് നല്ല സന്തോഷമാവാണ്. ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയിരിക്കണമെന്നൊക്കെ ഇതാക്കിയിട്ട് നമ്മുടെ മഞ്ജു നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇതൊക്കെയായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.